കൊച്ചി മെട്രോ നിർമ്മാണം രണ്ടാം ഘട്ടം ഇഴഞ്ഞു നീങ്ങുന്നതോടെ പ്രതിഷേധം കടുക്കുന്നു. വൈദ്യുതി തടസ്സവും ഗതാഗതക്കുരുക്കും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊച്ചി നഗരം. സർക്കാരിന് അനാസ്ഥ ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി ഉമാ തോമസ് MLA രംഗത്തെത്തി. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണം അനന്തമായി നീളുന്നതോടുകൂടി യാത്രക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല. തുടരെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കും വൈദ്യുതി തടസ്സവും കൊടിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥലം MLA ഉമാ തോമസ് അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പാലാരിവട്ടം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം അനന്തമായി നീളുന്നതിനെതിരെയാണ് പ്രതിഷേധവുമായി ഉമാ തോമസ് രംഗത്തെത്തിയത്. ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിട്ടും മറുപടി ഉണ്ടായില്ല. മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി സമാന്തര റോഡുകൾ ആവശ്യപ്പെട്ടിട്ടും പരിഗണിച്ചില്ലെന്നും MLA വ്യക്തമാക്കി. നടുവിലൂടെ ബാരിക്കേഡുകൾ വെച്ച് പോകുമ്പോൾ യു ടേൺ എടുത്ത് പോകുന്നത് പോലെ കാൽനടക്കാർ പോലും ഒരു യു ടേൺ എടുത്ത് വരേണ്ട അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി രാവിലെ മുതൽ ഓഫ് ചെയ്താൽ ഏതാണ്ട് വൈകുന്നേരം വരെ ഓഫ് ചെയ്ത് വെക്കുന്നത് കാരണം പ്രത്യേകിച്ച് ഇൻസുലിൻ പോലെയുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്ന രോഗികൾക്ക് മെഡിസിൻ പോലും സൂക്ഷിക്കാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മെട്രോ നിർമ്മാണത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും ഫണ്ടില്ലാത്തതാണ് പ്രധാന പ്രശ്നമെന്നും KMRL MD ലോക്നാഥ് ബെഹ്റ. കൂടുതൽ ട്രാഫിക് വാർഡൻ നിയോഗിക്കണം, അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ മാഡമിൻ്റെ ഓരോ കാര്യം ബാക്കി പ്രിപ്പറേറ്ററി വർക്ക് നമ്മുടെ വയഡക്ട് ലൈനിൽ ആ റോഡിൽ നമ്മുടെ പ്രിപ്പറേറ്ററി വർക്ക് ഇപ്പോൾ തീരാൻ പോകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ വളരെ ഹംബിളായിട്ട് ഞാൻ ഗവൺമെൻറ്റിക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ പൈസ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അത് ഗവൺമെൻറ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. അത് കിട്ടിയ ശേഷം നമ്മുടെ ആ വരികൾക്ക് നമുക്ക് ചെയ്യാം. ഗതാഗതക്കുരുക്ക് മുന്നറിയിപ്പില്ലാതെ ഏറെ നേരം വൈദ്യുതി മുടങ്ങുന്നത്, സമീപ റോഡുകളിലെ തിരക്ക് തുടങ്ങിയവയാണ് നഗരം നേരിടുന്ന പ്രശ്നം. പരിഹാരം ആവശ്യപ്പെട്ട് ആലിൻചുവട് മുതൽ പാലാരിവട്ടം വരെ MLAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ഒരു വശത്ത് ജനപ്രതിനിധി അടക്കം സമരമായി മുന്നോട്ട് പോകുമ്പോൾ KMRL തരുന്ന വിശദീകരണം ഫണ്ടില്ല എന്നുള്ളതാണ്. ഫണ്ട് ക്ഷാമം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പ്രതിസന്ധികൾക്ക് പരിഹാരമാകണം. കാത്തിരിക്കാം. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. യാത്രാ ദുരിതമാണ്, അതിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഉമാ തോമസ് MLA. പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്കൊന്നും പോകാൻ ഭയങ്കര ഡിലേ ആവും. ഫുഡ് എത്തിക്കാനും കറക്റ്റ് ടൈമിന് എത്തിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡിലേ ആണ്. ഫുഡൊക്കെ എല്ലാം ഡിലേ ആയിട്ട് എത്തുന്നത്. ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടില്ല, കോലം കണ്ടില്ലേ, പോലീസുകാർ വന്നാൽ ചാർജ് ചെയ്യൂടാ. ബ്ലോക്ക് അല്ലെങ്കിലും എറണാകുളത്തെ ബ്ലോക്കിനെ സംബന്ധിച്ച് പറയാം, ബ്ലോക്ക് എപ്പോഴും ഉള്ളതാണ്. പിന്നെ മെട്രോയുടെ ബ്ലോക്ക് വെച്ച് ബ്ലോക്ക് കൂടുതലാണ്. ഇപ്പൊ ഈ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സ്പീഡാക്കാൻ പറഞ്ഞ സ്പീഡാക്കൂലേ. സ്വാഭാവികമായിട്ട് ആ റോഡൊക്കെ സൈഡ് എല്ലായിടത്തും ടാറൊക്കെ ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇവർ കൊണ്ടുപോയി ഡിവൈഡർ കൊണ്ട് വെച്ച് മൊത്തം ബ്ലോക്കാണ്. ഇപ്പോൾ ഇവിടെ നേരെ ചെല്ലുമ്പോൾ മഹിളാ ജ്വല്ലറി അവിടെ ഇങ്ങനെ ഇത്രയും പൊക്കത്തിൽ 50 വെച്ചാണ്. അവിടെ വണ്ടി കയറും. അതേപോലെ ഫുൾ സൈഡ് റോഡ് ടാർ ചെയ്തിട്ടാണ്. മറ്റേ DMRC പണിയുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇട റോഡുകളും മെയിൻ റോഡുകളും എല്ലാം ടാറൊക്കെ ചെയ്ത് ഒരു പ്രശ്നമില്ലാതാക്കിയിട്ട് അവർ ഡിവൈഡർ വെച്ചത്. ഇവർ ഇവിടെ ഓടിക്കൊണ്ടുവന്ന് മൊത്തം ഡിവൈഡർ വെച്ച്. തീരണമെന്നാണ് ആഗ്രഹം. ഇത്രയും പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമല്ലേ അത്.